നമ്മുടെ ആസ്ട്രൽ ബോഡിയിൽ 7 എനർജി സെൻറ്റേഴ്സ് ഉള്ളതായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. യോഗശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലുമാണ് ഇതേക്കുറിച്ച് കൂടുതലായ പരാമർശങ്ങളുള്ളത്. ഈ 7 എനർജി സെൻറ്റേഴ്സ് സ്പൈനുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമ്മുടെ സുഷുമ്ന കാണ്ഡവുമായി ബന്ധപ്പെട്ടാണ്. സുഷുമ്ന കാണ്ഡത്തിൽ കൂടിയുള്ള എനർജിയുടെ പ്രയാണം, ആ എനർജിയുടെ പ്രയാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചക്രങ്ങൾ അഥവാ ഊർജത്തിൻ്റെ എനർജിയുടെ സെൻറ്റേഴ്സ് ഉള്ളത്. അത് ഏറ്റവും താഴെയുള്ളത് മൂലാധാരം എന്ന് പറയും. മൂലാധാരം, രണ്ടാമത് സ്വാധിഷ്ഠാനം, പിന്നെ മണിപ്പൂരക ചക്ര, നേവൽ റീജിയൻ മണിപ്പൂരക, ഹൃദയചക്രം അനാഹത, കഴുത്തിൻ്റെ ഭാഗത്ത് വിശുദ്ധി ചക്രം, അതിന് മുകളിലാണ് ആജ്ഞചക്രം. ആജ്ഞചക്രം എന്ന് പറഞ്ഞാൽ നെറ്റിയുടെ ലൊക്കേഷനാണ്. നെറ്റിയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പുരുകങ്ങളുടെ മധ്യത്തിലായി ഭ്രൂമധ്യം എന്ന് പറയും. ഇവിടെയാണ് ആജ്ഞചക്രം. ഈ ആജ്ഞചക്രമാണ് സീറ്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ കേന്ദ്രം. നമ്മുടെ അകക്കണ്ണ്, തേർഡ് ഐ, വിസ്ഡം ഐ എന്നൊക്കെ പറയില്ലേ. ഈ ആജ്ഞചക്രം ഡെവലപ്പായ ഒരു വ്യക്തിക്ക് മാത്രമേ ESP ലഭിക്കത്തുള്ളൂ, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. യോഗശാസ്ത്രം അനുസരിച്ച് ഹയർ ആയിട്ടുള്ള ഓപ്പറേഷൻ. അതിൻ്റെ മുകളിലുള്ള പിന്നെ സഹസ്രാര ചക്രമാണ്. സഹസ്രാര ചക്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൾമിനേഷനാണ്, പൂർണ്ണ സമാധിയിലാണ്. അവിടെ ആ പൂർണ്ണ സമാധിയിൽ സഹസ്രാര ചക്രം പൂർണ്ണമായി ഡെവലപ്പ് ചെയ്ത് എനർജി സെൻറ്റേഴ്സ് അവിടെ എത്തുന്ന വ്യക്തി, അദ്ദേഹം പൂർണ്ണ സമാധി അവസ്ഥയിലാണ്. പക്ഷേ ഈ ഹയർ മെൻ്റൽ പൊട്ടൻഷ്യാലിറ്റീസ്, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറുകൾ ഉപയോഗപ്പെടുത്തുന്നത്, ഈ അൺഫോൾഡ് ചെയ്തത് ആജ്ഞചക്രത്തിൻ്റെ സ്റ്റേറ്റിലാണ്. അപ്പോൾ ആദ്യം ഈ ചക്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഡെവലപ്പ് ചെയ്യും, എനർജി സെൻറ്റേഴ്സ്. അതിലാണ് ചിലപ്പോൾ ഏതെങ്കിലും ചക്ര വീക്കായിട്ടുണ്ടെങ്കിൽ അവിടെ എനർജി സെൻറ്റർ കുറവായിരിക്കും. അത് നമ്മുടെ ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ നമ്മളെ അഫക്റ്റ് ചെയ്യാം, ചിലപ്പോൾ നമ്മളത് സൈക്കോളജിക്കലായിട്ട് അഫക്റ്റ് ചെയ്യാം. ആണ് ചക്ര ലൊക്കേഷൻ പരിശോധിച്ച് ഓരോ ചക്രസും കൃത്യമായി ഡെവലപ്പാണോ എന്ന് നോക്കണം. അതിനുശേഷം ഈ 3 നാഡികളുണ്ട് നമ്മുടെ സുഷുമ്നാകാണ്ഡത്തിൽ. ഇട, പിംഗള ആൻഡ് സുഷുമ്ന, ഈ 3 എണ്ണമാണ്. അതിൽ വലത് സൈഡിലെ നാഡി പിംഗളയും, ഇടത് സൈഡിലെ നാഡി ഇടയും, മധ്യത്തിലുള്ള നാഡിൽ സുഷുമ്നയും. അതിൽ നമ്മുടെ ഡിവൈൻ കറൻറ്റ് അഥവാ കുണ്ടലിനി എനർജി പാസ് ചെയ്യുന്നത് മധ്യത്തിലുള്ള സുഷുമ്ന നാഡി വഴിയാണ്. അതിനു മുന്നേ കുണ്ടലിനി എനർജി അഥവാ പ്രൈമോഡിയൽ സർപ്പൻറ്റ് പവർ മൂലാധാരത്തിൽ നിന്ന് ഉണർന്ന് സുഷുമ്ന നാഡി വഴി ചക്ര മുകളിലേക്ക് റേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഇട, പിംഗള എന്നീ 2 നാഡികളുടെ ശുദ്ധീകരണം നടക്കണം. അതല്ല എങ്കിൽ ഈ പ്രൈമോഡിയൽ എനർജി ഈ പറഞ്ഞ പിംഗള നാഡി വഴിയോ മറ്റോ ആണ് കയറുന്നതെങ്കിൽ അത് വല്ലാതെ ചൂടാകും, ശരീരം മൊത്തം കണ്ടമാനം ചൂടാകും. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ ലഘുവായ ചില മാനസിക അസ്വസ്ഥങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നന്നായിട്ട് ഈ നാഡികളെ ട്രെയിൻ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് സുഷുമ്ന നാഡിയെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് പ്രത്യേക രീതിയിലുള്ള പ്രാണായാമ പ്രാക്ടീസുകളുണ്ട്. ആ പ്രാണായാമം ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നാഡിശുദ്ധി ആദ്യം കൈവരിക്കണം. അതിനുശേഷം സിസ്റ്റമാറ്റിക് പ്രാക്ടീസസ് വഴിയാണ് ചക്ര ടു ചക്ര ഈ എനർജി റേസ് ചെയ്യുന്നത്. അതിൽ തന്നെ ആജ്ഞചക്രം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സീറ്റ് ഓഫ് വിസ്ഡമാണ്, ജ്ഞാനത്തിൻ്റെ കേന്ദ്രവും. മറ്റെല്ലാ ചക്രങ്ങളെയും, മറ്റെല്ലാ എനർജി സെൻറ്റേഴ്സിൻ്റെയും കിങ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതും ആജ്ഞചക്രമാണ്. ഇതാണ് ആജ്ഞചക്രത്തിൻ്റെ പ്രത്യേകത. ഇൻറ്റ്യൂട്ടീവ് പവർ ലഭിക്കുന്നത്, വിസ്ഡമായി ഓപ്പൺ ചെയ്യുന്നത് എല്ലാം ഈ ആജ്ഞചക്രത്തിനാണ്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രാക്ടീസസ് മെതേഡുണ്ട്. നമ്മൾ പ്യുവർ ഭക്തി വഴി ധ്യാനത്തിൽ കൂടിയൊക്കെയും ഈ ചക്രങ്ങൾ ഡെവലപ്പ് ചെയ്യും, കുണ്ടലിനി റേസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ആദ്യത്തെ മൂലാധാരത്തിൽ നിന്ന് റേസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിലെ വാസനകൾ, ആ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ക്ലെൻസ് ചെയ്താൽ മാത്രമേ അടുത്ത ചക്രത്തിലേക്ക് എനർജി റേസ് ചെയ്യൂ. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ആ ചക്ര ടു ചക്ര എനർജി റേസ് ചെയ്യുമ്പോൾ നല്ല ട്രെയിൻഡ് ആയിട്ട് ഈ സിസ്റ്റത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു മാസ്റ്ററുടെ ഹെൽപ്പോട് കൂടിയേ കോൺഷ്യസ് ആയിട്ട് നമ്മൾ എനർജി സെൻറ്റേഴ്സ് വഴി കുണ്ടലിനി എനർജി റേസ് ചെയ്യാവൂ എന്ന് പറയുന്നു. അതല്ലാതെയുള്ള നമ്മുടെ ആധ്യാത്മിക സാധന വഴികൾ ഇത് റേസ് ചെയ്ത് പോകും.
പക്ഷേ ഇത് സ്പെസിഫിക് ആയിട്ട് കുടലിനെ റേസ് ചെയ്യുന്ന മാർഗമാണ്. തന്ത്രമാർഗത്തിലുണ്ട്, താന്ത്രിക് മെഡിറ്റേഷൻ വഴിയുണ്ട്, യോഗമാർഗം വഴിയുണ്ട്, പ്രാണായാമം വഴിയുണ്ട്, മന്ത്രമാർഗം വഴിയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ഓരോ വ്യക്തികൾക്കും അനുയോജ്യമായ രീതികൾ കൂടി ഈ എനർജി റേസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ശരീരത്തിലെ എനർജൈസേഷൻ, നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ എനർജി ബോഡിയിൽ എനർജൈസേഷൻ ആരംഭിക്കുന്നത് മറ്റൊരാൾ, ഒരു ഹയർ എനർജി ലെവലിലുള്ള ഒരാൾ ഈ എനർജൈസേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും അടിയിലുള്ള മൂലാധാര ചക്രത്തിലല്ല, ആജ്ഞചക്രമാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ആജ്ഞചക്രം എനർജൈസ് ചെയ്യും. ആജ്ഞചക്രം എനർജൈസ് ചെയ്തതിന് ശേഷമാണ് മറ്റോരോ ചക്രങ്ങളും നമ്മൾ എനർജൈസ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ചക്രത്തിലെ എനർജി സെൻറ്റർ വീക്കായെങ്കിൽ ഞാൻ പറഞ്ഞു മാനസികമായിട്ട് അസ്വസ്ഥങ്ങളുണ്ടാകും, ശാരീരികമായ രോഗങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈ എനർജി ബോഡി വളരെ സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ പൈപ്പിൽ കൂടി വെള്ളം മൂവ് ചെയ്യുന്ന പോലെ നല്ല സ്പീഡിൽ എനർജി മൂവ് ചെയ്യും. അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക്, എനർജി ബ്ലോക്ക് എന്ന് പറയും. അപ്പോൾ ഈ എനർജി ബ്ലോക്ക് നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥങ്ങൾക്ക്, ശാരീരിക മാനസികമായ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ എനർജി ബോഡി എപ്പോഴും വളരെ വൈബ്രൻ്റ് ആയിരിക്കും. മാഗ്നിഫൈഡ് ആയിട്ടുള്ള, മാഗ്നറ്റിക് പവർ ഉള്ള ആ ഒരു എനർജി ബോഡി ആണെങ്കിൽ അതിൻ്റെ ഓറ വളരെ സ്ട്രെങ്തൻഡ് ആയിരിക്കും, നല്ല ശക്തിമത്തായ ഓറയുമായിരിക്കും.